അപ്പോൾ ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ എലിമിനേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് ദ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെയും ഒരു സപ്പോർട്ട് ദ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻട്രി ബാങ്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിനു മുൻപ് നടന്നിരിക്കുന്ന SBI PO പ്രിലിംസ് എക്സാംസിൽ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിലെ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഈസി ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സീരീസാണ് നമ്മളിന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴെല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ എടുത്തിരിക്കുന്നതൊക്കെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. പല ടോപ്പിക്കിൽ നിന്നും എടുത്തിരിക്കുന്ന മിക്സ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിന്നിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. സോ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ഇഫ് ഈച്ച് ഓഫ് ദി ആൽഫബറ്റ്സ് ഓഫ് ദി വേർഡ് മിറാക്കിൾ ഇസ് അറേഞ്ച്ഡ് ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആൻഡ് ദെൻ ഈച്ച് വവൽ ഇൻ ദ നെക്സ്റ്റ് വേർഡ് thus formed is changed to the next letter in the English alphabetical series and its consonant is changed to the previous letter in the English alphabetical series, which of the following will be the fifth from the right? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് നമ്മൾ ഈ ചോദ്യത്തിൽ ചെയ്യാൻ പോകുന്നത്? നമ്മുടെ കയ്യിൽ ഇവിടെ ഒരു വേർഡ് തന്നിട്ടുണ്ട് അല്ലേ, മിറാക്കിൾ എന്ന് പറയുന്ന ഒരു വാക്ക് തന്നിട്ടുണ്ട്. ഇതിലെ ഓരോ അക്ഷരങ്ങളെയും നമ്മൾ സെലക്ട് ചെയ്ത് ഇതിനെ നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റിക്കൽ സീരീസിൽ ഒന്ന് എഴുതുക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വരുന്ന ലെറ്റർ ഓബ്വിയസ്ലി എല്ലാവർക്കും അറിയാം, A ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ C ആയിരിക്കും അല്ലേ. അതിനുശേഷം ഇവിടെ E ഉണ്ട്, I ഉണ്ട്, L വരുന്നുണ്ട്, പിന്നെ ഇവിടെ M കഴിഞ്ഞിട്ട് R വരുന്നുണ്ട്. ഇത്രയും ലെറ്റേഴ്സ് ആയിരിക്കും തന്നിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നു, ഇതിൽ ഓരോന്നിനെയും നമ്മൾ മാറ്റുകയാണ്. അതായത് ഓരോ വവലിനെയും അതിൻ്റെ അടുത്ത ലെറ്റർ ആക്കുന്നു, ഓരോ കോൺസണൻറ്റിനെയും അതിൻ്റെ പിന്നിലത്തെ ലെറ്റർ ആക്കുന്നു അല്ലേ. അപ്പോൾ ഈ ചോദ്യത്തിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അങ്ങനെ ഫോം ചെയ്യുന്ന വേർഡ് ഏതാണ് എന്ന് കണ്ടുപിടിക്കാനാണോ? അല്ല. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാ ലെറ്റേഴ്സിനെയും മാറ്റേണ്ട ആവശ്യമുണ്ടോ? ആക്ച്വലി ഇല്ല. കാരണം നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നു ഇവിടെ ഫിഫ്ത്ത് ഫ്രം ദി റൈറ്റ് എന്ന് പറയുന്ന ലെറ്റർ ഏതായിരിക്കും. സോ 1, 2, 3, 4, 5 ഈ ലെറ്ററാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ ഒരൊറ്റ ലെറ്റർ വവലാണ്, അതിനെ അടുത്ത ലെറ്ററിലേക്ക് മാറ്റുമ്പോൾ നമുക്കിവിടെ F കിട്ടും അല്ലേ, +1 ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ഈ ഒരൊറ്റ സ്റ്റെപ്പ് മാത്രം ചെയ്താൽ നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ആൻസർ കിട്ടും. നിങ്ങൾ ഈ തന്നിരിക്കുന്ന വാക്കിനെ ഓരോ ലെറ്ററിനെയും ഇപ്പുറത്തേക്ക് ട്രാൻസ്ഫോം ചെയ്ത് നിങ്ങൾ സോൾവ് ചെയ്യേണ്ട കാര്യമില്ല. എന്താണോ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ മാത്രം ആൻസർ കണ്ടുപിടിക്കുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒത്തിരി ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ അടുത്ത ചോദ്യം, ഹൗ മെനി സച്ച് പെയർസ് ഓഫ് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആർ ദെയർ ഇൻ ദ വേർഡ് ഇൻക്ലൂഡ്, each of which has as many letters between them in the word in both forward and backward direction as they have between them in the English alphabetical order? എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നമുക്കിവിടെ ഇൻക്ലൂഡ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് വാക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ വാക്കിൽ നിങ്ങൾക്ക് ഇവിടെ 7 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ എത്ര പെയേഴ്സിൻ്റെ ഇടയിലാണ് ആക്ച്വലി ഇംഗ്ലീഷ് ലെറ്റേഴ്സിൻ്റെ ഇടയിലുള്ള അത്രയും ലെറ്റേഴ്സ് വന്നിരിക്കുന്നത്? അപ്പോൾ ഞാൻ ജസ്റ്റ് അതിനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങളിവിടെ D ആൻഡ് E നോക്കിക്കേ. ആക്ച്വലി ഇംഗ്ലീഷ് വാക്കിലും അക്ഷരമാല നമ്മൾ നോക്കുമ്പോഴും ഡിൻ്റെയും ഇൻ്റെയും നടുക്കൊന്നുമില്ല. ഈ വാക്കിലും അങ്ങനെ തന്നെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് അത്തരത്തിലുള്ളൊരു പെയറാണെന്ന് നമുക്ക് പറയാം. ഇനി ഐൻ്റെ വേറെ ഏതെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള പെയർ ഇവിടെ വന്നിട്ടുണ്ടോ? ഐയും എന്നും തമ്മിൽ ഒരു ഗ്യാപ്പും ഇല്ല എന്നാണോ ഇംഗ്ലീഷിൽ വരിക? അല്ല, ഇത് വരില്ല, ഇത് വരില്ല, ഇത് വരും അല്ലേ. ഇവിടെ നോക്കിക്കേ, ഫോർവേഡ് മുമ്പിലേക്കും പുറകിലേക്കും കുഴപ്പമില്ല. ഇപ്പോൾ ഐ കഴിഞ്ഞ് ഇവിടെ JKL ഇവ തമ്മിൽ വരുന്ന ഗ്യാപ്പ് ഇംഗ്ലീഷ് അക്ഷരമാലയിൽ വരുന്നത് പോലെ തന്നെയാണ്. ഇവിടെ വേറെ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. ഇനി N വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ N-ഉം C-യും ഇവിടെ L വെച്ച് നോക്കിക്കേ, ഇത് LMN. ഇവിടെ ഇത് രണ്ട് തമ്മിൽ വരുന്നതും ഒരക്ഷരമാണ്. ആക്ച്വലി L കഴിഞ്ഞ് M കഴിഞ്ഞാണ് N വരുന്നത്. ഇവിടെ രണ്ട് ലെറ്റേഴ്സിൻ്റെ നടുവിൽ ഒരു ലെറ്ററാണ്, ഇവിടെയും രണ്ട് ലെറ്റേഴ്സിൻ്റെ നടുവിൽ ഒരു ലെറ്റർ തന്നെയാണ് വന്നിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഫോർവേഡും ബാക്ക്വേർഡും രണ്ടും ഒരുമിച്ച് എടുക്കാൻ പറ്റുമെന്ന് ഈ ക്വസ്റ്റനിൽ പറയുന്നത്. കാരണം മുമ്പിലേക്കുള്ളത് ഇപ്പോൾ DE എന്ന് പറയുന്നത് പ്രോപ്പർ ഫോർവേഡ് ആണ്, എന്നാൽ ഇവിടെ LMN ആണ് ആക്ച്വലി ക്വസ്റ്റനിൽ N-L ആണ് തന്നിരിക്കുന്നത്. സോ ഇത് ആക്ച്വലി റിവേഴ്സ് ഓർഡറിലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും രണ്ടും ഇവിടെ പോസിബിൾ ആയതുകൊണ്ട് നമുക്കത് സെലക്ട് ചെയ്യാം. വേറെ ഏതെങ്കിലും ലെറ്റർ ഇവിടെ ഉണ്ടോ? L കഴിഞ്ഞ് UD ഇല്ല, UD ഇല്ല, വേറെ ഒന്നുമില്ല. ആകെ 3 എണ്ണമാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. സോ ഇവിടെ 1, 2 ആൻഡ് 3 എണ്ണം. സോ നമ്മുടെ പെയേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മളോട് ചോദിച്ചിട്ടില്ല. ഇവിടെ നമുക്ക് അങ്ങനത്തെ എത്ര എണ്ണം ഉണ്ട് എന്ന് മാത്രമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. നമ്മൾ ഏതെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്നും കൂടെ നോക്കാം.
ഇനി അതുകൂടാതെ ഐയും സിയും നമ്മൾ എടുത്തിട്ടുണ്ട്. ഡിയും ഐയും കൂടി ഉണ്ട്. ഈ അറ്റത്തുള്ള ഒരെണ്ണം കൂടെ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഡി കഴിഞ്ഞ് EFGHI അല്ലേ, ഇതും ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 4 പെയർസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ശരി ഉത്തരം ഏതാണ്? 3 അല്ല കേട്ടോ, 4 ആണ്. therefore more than 3 എന്ന് പറയുന്ന ഓപ്ഷൻ നമ്പർ ഇ ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്കിവിടേക്ക് വരും. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം വീണ്ടും എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നമ്മൾ അടുത്തതായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ഒരു പസിലാണ്. സോ കോഡിങ് ആൻഡ് ഡീകോഡിങ്ങിൽ നിന്നും എടുത്തിരിക്കുന്ന ഒരു ചെറിയ പസിലാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് 3-4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇൻ എ സർട്ടൻ കോഡ് സപ്പോർട്ട് ദി അതർ ഗ്രൂപ്പ് ഇസ് റിട്ടൺ ആസ് ജ പെ ല നോ. ദ മിഷൻ ഗെയിൻ സപ്പോർട്ട് ഇസ് റിട്ടൺ ആസ് KJZ la. Gains other than money is written as Funo Hosi. More support and money is written as Reiki Fuja. ഇത്രയും 4 സെൻറ്റൻസും ഒരു സെൻറ്റൻസിൽ 4 വേർഡ്സും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ടോട്ടലി ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് വേർഡ്സും അതിൻ്റെ കോഡ്സുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂസിങ് ആയിട്ട് തോന്നും. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട, കാരണം വാട്ട് ഇസ് ദി കോഡ് ഫോർ ഗ്രൂപ്പ് എന്ന് നമുക്കിവിടെ ഒരു ചോദ്യമുണ്ട്. സിയുടെ കോഡ് എന്താണ് അടുത്ത ചോദ്യം. മോർ ദാൻ ഗ്രൂപ്പ് എന്നതിൻ്റെ കോഡ് ഏതാണ് അടുത്ത ചോദ്യം. മിഷൻ എന്ന് പറയുന്നതിൻ്റെ കോഡ് ഏതാണ് അടുത്ത ചോദ്യം. സോ ഈ 4 സെൻറ്റൻസ് നമ്മൾ ഫിഗർ ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 4 ക്വസ്റ്റ്യൻസിനും ആൻസർ കണ്ടെത്താനായിട്ട് പറ്റും. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോൾ ഇതാണ് നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത. പസിൽ ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഉത്തരം മേ ബി ഇച്ചിരി സമയം കഴിഞ്ഞിട്ടാണെങ്കിലും 3-4 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ്സ് റിയലി വർത്ത് ഇറ്റ് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുക? ഇവിടെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ഷോർട്ട് കട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലൊക്കേറ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന വേർഡ് ഗ്രൂപ്പാണ് അല്ലേ. അപ്പോൾ ഗ്രൂപ്പ് എന്ന് പറയുന്ന വാക്കിനെ ലൊക്കേറ്റ് ചെയ്യും, അതിവിടെയുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള വേർഡ്സ് ഇവിടെ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ വേറെ എവിടെയെങ്കിലും ഗ്രൂപ്പ് വന്നിട്ടുണ്ടോ? ഇല്ല. സോ ഡെഫിനറ്റ്ലി കോമൺ ആയിട്ട് വരാത്തത് കാരണം ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്യണം. അടുത്ത സ്റ്റെപ്പാണ് എലിമിനേറ്റ്. എലിമിനേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വാക്കിൻ്റെ കൂടെ വേറെ ഏതൊക്കെയുണ്ടോ അതിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. ക്ലിയർ ആയോ എല്ലാവർക്കും? സോ അപ്പോൾ ഇവിടെ ഒരു അതർ വന്നിട്ടുണ്ട്. അപ്പോൾ അതർ ഇവിടെയും വന്നിട്ടുണ്ട്, ഇവിടെയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ എലിമിനേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് ദ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെയും ഒരു സപ്പോർട്ട് ദ നിങ്ങൾക്ക് കാണാൻ പറ്റും. രണ്ടിലും കോമൺ ആയിട്ട് ഒരു ലാ വന്നിട്ടുണ്ട്, ഒരു ജാ വന്നിട്ടുണ്ട്. രണ്ടിനെയും നമ്മൾ എലിമിനേറ്റ് ചെയ്യാം. ഇനി ഇവിടെ ഒരു അതർ വന്നിട്ടുണ്ട്, ഇവിടെ ഒരു അതർ വന്നിട്ടുണ്ട്. കോമൺ ആയിട്ട് ഒരു നോയും വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെയും എലിമിനേറ്റ് ചെയ്യാം. സോ അത് രണ്ടും എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞാൽ പിന്നെ ഗ്രൂപ്പിൻ്റെ കോഡായിട്ട് നമുക്കിവിടെ PE എന്ന് പറയുന്നതാണ് കിട്ടുന്നത്. സോ ഓപ്ഷൻ നമ്പർ ബിയിലുള്ള PE ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ ലൊക്കേറ്റ് ആൻഡ് എലിമിനേറ്റ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ജസ്റ്റ് വേർഡ് ലൊക്കേറ്റ് ചെയ്യാം. കോമൺ ആയിട്ട് വരുന്നെങ്കിൽ ഡയറക്റ്റ്ലി ആൻസർ എടുക്കുക. കോമൺ ആയിട്ട് ആ വേർഡ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടെയുള്ള വേർഡ്സിനെ എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി വീണ്ടും ഇതിൽ നിന്ന് തന്നെ വരുന്ന അടുത്ത ചോദ്യം, വാട്ട് ഡസ് Z സ്റ്റാൻഡ് ഫോർ? അപ്പോൾ ആദ്യം ഈ Z എന്ന് പറയുന്നത് എവിടെയാണ് ഉള്ളത് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. ഇവിടെ നിങ്ങൾക്കൊരു Z-നെ കാണാം, ഇവിടെയും നിങ്ങൾക്ക് അതുപോലെ തന്നെ ഒരു സീനെ കാണാം. രണ്ടിടത്തും കോമൺ ആയിട്ട് ദ മിഷൻ ഗെയിൻസ് സപ്പോർട്ട് ഗെയിൻസ് അതർ ദാൻ മണി. സോ രണ്ടെണ്ണത്തിലും കോമൺ ആയിട്ട് ഗെയിൻസ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പായ ലൊക്കേറ്റിൽ നിന്ന് തന്നെ ഇതിൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ട്. ദെർഫോർ ലൊക്കേറ്റ് സ്റ്റെപ്പ് നമ്മളിവിടെ വെരിഫൈ ചെയ്തു. അപ്പോൾ അതിൽ നിന്നും Z എന്ന് പറയുന്നതിൻ്റെ കോഡായിട്ട് ഗെയിൻസ് വന്നിട്ടുണ്ട്. സോ ഓപ്ഷൻ നമ്പർ ഇയിലുള്ള ഗെയിൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയല്ലോ? സോ ഓപ്ഷൻ നമ്പർ ഇ ആണ് ഈ ചോദ്യത്തിൻ്റെ ശരി ഉത്തരം. വീണ്ടും ഇതിൽ നിന്ന് തന്നെ വരുന്ന അടുത്ത ചോദ്യം, മോർ ദാൻ ദ ഗ്രൂപ്പ്, അതിൻ്റെ കോഡ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റുക? അപ്പോൾ അതിന് മോർ ദാൻ ദ ഗ്രൂപ്പ് ഇങ്ങനെ കുറേ സാധനങ്ങൾ കണ്ടെത്തണം അല്ലേ. അപ്പോൾ ഇവിടെ മോർ വന്നിട്ടുണ്ട്, വേറെ എവിടെയെങ്കിലും മോർ വന്നിട്ടുണ്ടോ? ഇല്ല. ഇനി കോമൺ ആയിട്ട് ഗ്രൂപ്പ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. ദാൻ വന്നിട്ടുണ്ടോ? കോമൺ ആയിട്ട് ഒന്നും കോമൺ ആയിട്ട് വന്നിട്ടില്ല. ദ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് വന്നിട്ടുണ്ട്. അത് പക്ഷേ നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഇവിടെ ഒരു ദ സപ്പോർട്ടും ഇവിടെ ദ സപ്പോർട്ടും ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് പണിയെടുക്കേണ്ടി വരും മിക്കവാറും ഇത് കണ്ടുപിടിക്കണമെങ്കിൽ. എന്നാലും ജസ്റ്റ് ട്രൈ ചെയ്യാം. ഇവിടെ സപ്പോർട്ട് ദ വന്നിട്ടുണ്ട്, ഇവിടെ സപ്പോർട്ട് ദ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇവിടെ ജായും ലായും ഉണ്ട്, ഇവിടെ വീണ്ടും ജായും ലായും ഉണ്ട്. പക്ഷേ ഇവിടെ സപ്പോർട്ട് ഉണ്ട്, ഇവിടെ ജായ ഉണ്ട്. അപ്പോൾ ലാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ എന്നാണ് നമുക്ക് മനസ്സിലാക്കാം. ക്ലിയർ? സോ ഇവിടെ മോർ ദാൻ ദ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻസറിൽ അവിടെ ലാ എന്ന് പറയുന്ന വാക്ക് വേണം.
സോ ഇവിടെ എല്ലാത്തിലും ലാ വന്നിട്ടുണ്ട്. ബാക്കി അപ്പോൾ അതിൻ്റെ സെയിം ഓർഡറിൽ തന്നെ അത് വരണം എന്ന് നിർബന്ധമില്ല കേട്ടോ. ഫോർ എക്സാമ്പിൾ ഇവിടെ മോർ ദാൻ ദ ഗ്രൂപ്പ് 4 വേർഡ്സ് ഉണ്ട്. അതിൽ ദ വരുന്നത് മൂന്നാമതായിട്ടാണ് അല്ലേ. അപ്പോൾ അത് ഫസ്റ്റ് ഇതിൽ തന്നെ മൂന്നാമത് വരണം എന്ന് നിർബന്ധമില്ല. കാരണം ഇതിലൊന്നിലും സെയിം ഓർഡറിലല്ലല്ലോ നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള വേർഡ്സും നമുക്ക് ഡെഫിനറ്റ്ലി ഇവിടെ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി മേ ബി നെക്സ്റ്റ് ഒരു വേർഡിനെ സെലക്ട് ചെയ്യാം. നമ്മൾ ആദ്യം എടുത്തതിൽ ഗ്രൂപ്പിൽ PE ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ PE ഇല്ലാത്ത ആ ഓപ്ഷനെ എലിമിനേറ്റ് ചെയ്യാം. ഇവിടെ PE ഇല്ല, ഈ ഓപ്ഷനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ഗ്രൂപ്പ് എന്നതിൻ്റെ മീനിങ് ആയിട്ട് PE കിട്ടിയിട്ടുണ്ട്. ദ എന്നതിന് നമുക്ക് ലായും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മോർ ദാൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ക്ലിയർ? അപ്പോൾ ഇവിടെ ഒരു മോർ വന്നിട്ടുണ്ട്. സോ സപ്പോർട്ടിൻ്റെ കോഡ് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. നമ്മളത് നേരത്തെ ജാന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് മണി എന്ന് പറയുന്നത് രണ്ടെണ്ണത്തിലും കോമൺ ആയിട്ട് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏതാ കിട്ടുക? ഇവിടെ ഫു നു ഹോ സിയും വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇവിടെയും ഫു വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം അല്ലേ. സോ അതിൽ നിന്നും നമുക്ക് ഇവിടെ കോമൺ ആയിട്ട് വന്നിരിക്കുന്ന മോർ സപ്പോർട്ട് ആൻഡ് മണി ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മോറിൻ്റെ കോഡ് ആൻഡിൻ്റെ കോഡും വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഒന്നെങ്കിൽ RE അല്ലെങ്കിൽ QI, ഇതാണ് നമുക്ക് വേണ്ടത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ ഇതിനകത്ത് അത് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് അടുത്ത കോഡിൽ വന്നിരിക്കുന്നത് ഇവിടെ മോറും നമ്മൾ എടുത്തു. നെക്സ്റ്റ് വരുന്നത് ദാൻ ആണ് അല്ലേ. അപ്പോൾ ഇനി ദാനിനെ നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗെയിൻസ് അതർ ദാൻ മണി, ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഗെയിൻസിൻ്റെ കോഡ് നമുക്ക് Z ആണെന്ന് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. സോ Zനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. മണിയുടെ കോഡ് നമുക്ക് വേണ്ട. ഇനി അതർ എന്ന് പറയുന്നത് ഇവിടെ രണ്ടെണ്ണത്തിലും കോമൺ ആണ്. അവിടെ നോയും പോയി. സോ നമുക്കിവിടെ HO വേണം അല്ലേ. സോ HOയും കൂടെ വരുന്നത് ഈ ഓപ്ഷനിലാണ്. ഇവിടെ വന്നിട്ടില്ല, ഇവിടെ വന്നിട്ടില്ല. സോ ഓപ്ഷൻ നമ്പർ A ആണ് അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് 4 വേർഡ്സിൻ്റെ കോഡായത് കാരണം കുറച്ച് ടൈം എടുക്കും. ബട്ട് സ്റ്റിൽ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, നമ്മളിതിന് മുമ്പ് ചെയ്ത 2 ക്വസ്റ്റ്യൻസും കൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത്രയും കൂടെ സ്പീഡിൽ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതും ക്ലിയർ ആയല്ലോ. ഇനി വീണ്ടും അതിൽ നിന്ന് വരുന്ന അടുത്തൊരു ചോദ്യം, വാട്ട് ഈസ് ദി കോഡ് ഫോർ മിഷൻ? മിഷൻ എന്നതിൻ്റെ ആൻസർ അല്ലെങ്കിൽ കോഡ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ ഗെയിൻസ് എന്ന് വെച്ചാൽ Z ആണെന്ന് നമുക്കറിയാം. സപ്പോർട്ടിൻ്റെ കോഡ് വേറെ എന്തോ ആണ്, അത് നമ്മൾ നേരത്തെ എടുത്തിട്ട് ഇവിടെ പോയി സപ്പോർട്ടിൻ്റെ കോഡ് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ സപ്പോർട്ട് ചെയ്തായിരുന്നു ആയിരുന്നു അല്ലേ കോഡ്. അപ്പോൾ അതും കിട്ടില്ല. ഇനി ദ എന്നതിൻ്റെ കോഡ് നമ്മൾ ലാ ആണെന്ന് കിട്ടി. അപ്പോൾ അവിടെ ബാക്കി ആകെ ഈ മിഷൻ ആണ് വരുന്നുള്ളൂ. മിഷൻ്റെ കോഡ് KE ആണ്. സോ ഓപ്ഷൻ നമ്പർ സിയിലുള്ള KE ആണ് ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ഉത്തരമായിട്ട് നമുക്കിവിടേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇങ്ങനെയാണ് ഇതുപോലെയുള്ള പസിൽസ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ബാങ്ക് എക്സാംസിൽ നിങ്ങൾക്കറിയാം ഇഷ്ടം പോലെ പസിൽസ് വരും. അപ്പോൾ ഇതുപോലത്തെ പസിൽസ് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈവൻ ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സമയം എടുക്കുകയെന്ന് തോന്നുകയാണെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ, ഇതിൽ ആക്ച്വലി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചോദ്യം കൂടി ഉണ്ട്. നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അതുകൂടി എടുത്തില്ല എന്നേ ഉള്ളൂ. 5 ക്വസ്റ്റ്യൻസ് ആണ് ജനറലി ബാങ്ക് എക്സാംസിൻ്റെ പസിൽസിൽ വരും. അപ്പോൾ നിങ്ങൾ അതിൽ 2 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്താലും കുഴപ്പമില്ല. സ്റ്റിൽ യു ക്യാൻ മാനേജ്. ഓക്കെ, അപ്പോൾ ഇത് വീണ്ടും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. ഇനി നമുക്ക് വീണ്ടും മറ്റൊരു ചോദ്യം നോക്കാം. ഇതും ഒരു പസിൽ തന്നെയാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു ബ്ലഡ് റിലേഷൻഷിപ്പ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ബേസ്ഡ് പസിലാണ്. ഒരു ക്വസ്റ്റ്യൻ 2, നെക്സ്റ്റ് 3, 4, 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളപ്പം ഈ പസിലിൽ നിന്നും ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റത്തെ ഡയഗ്രാം വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയെല്ലാം വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ പറഞ്ഞത് എന്താണെന്ന്. ഇനി നമുക്ക് ഈ ഡയഗ്രാം വരച്ച് നോക്കാം. ആദ്യം പറയണോ, 9 friends ABCD EFG H and K are sitting around a circle facing the center. So normally നമുക്ക് 8 പേരാണ് വരിക. അപ്പോൾ പക്ഷേ ഇവിടെ നമുക്ക് 9 പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് നമ്മൾ വരയ്ക്കണം. ഒരാളെ ഫേസിങ് ദ സെൻറ്റർ എന്ന് പറയുന്നുണ്ട്. ഒരാൾ ഇവിടെ വെക്കാം. ബാക്കി 4 പേര് 1, 2, 3, 4 ഇങ്ങനെ വെക്കാം. വീണ്ടും 1, 2, 3, 4 ഇങ്ങനെ നമുക്ക് ഇവരെ വെക്കാം. ക്ലിയർ? ഇനി നമ്മുടെ കോഡ്സ് നോക്കുകയാണെങ്കിൽ A sits second to the left of D, K sits third to the right of F, neither K nor F is the neighbor of A or D, G and H are neighbors of each other, E sits third to the right of H, B is not the neighbor of F. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് തന്നിരിക്കുന്നു A sits third to the left of D. D എവിടെയാണോ ഇരിക്കുന്നത് അതിൻ്റെ third to the left ആയിട്ടാണ് നമ്മുടെ A ഇരിക്കുന്നത് അല്ലേ.
സോ അല്ല സോറി, സെക്കൻഡ് ടു ദി ലെഫ്റ്റ്, സോറി തേർഡ് അല്ല കേട്ടോ, സെക്കൻഡ് ആണ്. അപ്പോൾ ഡി ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഡിയുടെ സെക്കൻഡ് ടു ദി ലെഫ്റ്റ് എ ഇരിക്കണം. ഇതിനെ നമുക്കിവിടെ വെക്കാം. നൗ കെ സിറ്റ്സ് തേർഡ് ടു ദി റൈറ്റ് ഓഫ് എഫ്. അപ്പോൾ കെ കഴിഞ്ഞ് കെ ഇരിക്കുന്നത് എഫിൻ്റെ തേർഡ് ടു ദി റൈറ്റ് ആയിട്ടാണ് അല്ലേ. സോ കെ കഴിഞ്ഞ് 1, 2, മൂന്നാമത്തെ ആളായിട്ടാണ് എഫ് ഇരിക്കുന്നത്. അപ്പോൾ ഇവർ ഇടയിൽ 2 പേര് വേണം. നൗ കെയും എഫും എൻ്റെയോ ഡിൻ്റെയോ അടുത്തില്ല. സോ കെക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. ഇവിടെ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. ഇനി ഡിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഇവർ ഇവിടെ ഇല്ലെങ്കിൽ ഇവരുടെ നടുവിൽ 4 പേര് വരണം എന്നുണ്ടെങ്കിൽ ഇവർ ഇവിടെയും ഇവിടെയുമാണ് ഇരിക്കേണ്ടത്. കാരണം ഇവരുടെ നടുവിൽ 2 പേര് വരണം അല്ലേ. സോ കെ സിറ്റ്സ് തേർഡ് ടു ദി റൈറ്റ് ഓഫ് എഫ്. അപ്പോൾ എഫ് ഇവിടെ വന്നാലാണ് എഫിൻ്റെ റൈറ്റ് സൈഡിൽ കെ വരുള്ളൂ. ഇതാണ് നമുക്ക് കിട്ടുന്ന അടുത്ത ക്ലൂ. അപ്പോൾ അതും നമ്മൾ നേരെ നമ്മുടെ ഡയഗ്രാമിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഇനി അടുത്തതായിട്ട് ജി ആൻഡ് എച്ച് ആർ നെയ്ബേഴ്സ് ഓഫ് ഈച്ച് അതർ. അപ്പോൾ ഇവിടെ ജിക്കും എച്ചിനും അടുത്തടുത്തിരിക്കാനായിട്ടുള്ള സ്ഥലം ഇത് മാത്രമേ ഉള്ളൂ അല്ലേ. ഒന്നെങ്കിൽ ജി ആൻഡ് എച്ച് ഇവിടെ, വീണ്ടും ജി ആൻഡ് എച്ച് ഇവിടെ. ഇ സിറ്റ്സ് തേർഡ് ടു ദി റൈറ്റ് ഓഫ് എച്ച്. അപ്പോൾ ഇ ഇരിക്കുന്നത് എച്ചിൻ്റെ തേർഡ് ടു ദി റൈറ്റ് ആണ്. അപ്പോൾ ഇവിടെ എച്ച് ഇരിക്കുകയെന്ന് വിചാരിച്ചോ, തേർഡ് ടു ദി റൈറ്റ് ഇക്ക് ഇരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ എച്ച് ഈ സൈഡിലിരിക്കുന്നു, ജി നേരെ ഈ സൈഡിലിരിക്കുന്നു. അതും നമുക്കിവിടെ മനസ്സിലായി. നൗ ബി ഈസ് നോട്ട് ദി നെയ്ബർ ഓഫ് എഫ്. ബി ഇവിടെ എഫിൻ്റെ അടുത്തല്ലെങ്കിൽ പിന്നെ ബിക്ക് എവിടെ ഇരിക്കാൻ പറ്റുന്നത്? ഇവിടെ ഇരിക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കാം. പക്ഷേ ഇവിടെ ഓൾറെഡി ഇ വരുന്നത് കാരണം പിന്നെ ബിക്ക് ഇവിടെ ഇരിക്കാനേ ഇടമുള്ളൂ. അപ്പോൾ നമ്മൾ ഈ കൂട്ടത്തിൽ മെൻഷൻ ചെയ്യാത്ത ആളാരെ, എ ബി സിനെ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ സീനെയും മെൻഷൻ ചെയ്ത് നമ്മുടെ ഡയഗ്രാം ഇവിടെ കിട്ടി. അപ്പോൾ ഡയഗ്രാം നിങ്ങൾക്കൊരു 45 സെക്കൻഡ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഡയറക്റ്റ്ലി അങ്ങ് സോൾവ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണ് ഇവിടെ? വാട്ട് ഇസ് ദി പൊസിഷൻ ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു ദി പൊസിഷൻ ഓഫ് ബി. ബി എന്ന് നോക്കുമ്പോൾ എഫ് എവിടെ ഇരിക്കുന്നു? 1 ഇവിടെ ലെഫ്റ്റ് ഏത് സൈഡിലേക്കാണ് നോക്കി? റൈറ്റ് സൈഡിലേക്കാണ് അല്ലേ. 1, 2, 3 റൈറ്റിൽ നിന്നും മൂന്നാമതായിട്ട്, സെക്കൻഡ് ടു ദി റൈറ്റ് അല്ല, തേർഡ് ടു ദി ലെഫ്റ്റ് അല്ല, തേർഡ് ടു ദി റൈറ്റ് ഓപ്ഷൻ നമ്പർ ഡിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ നമ്പർ ഡി ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ? അപ്പോൾ ഇതാണ് ഒരു ആൻസർ, ഈ ഫസ്റ്റത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി വീണ്ടും ഹൂ അമംഗ്സ് ദി ഫോളോയിങ് ഈസ് ദി ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് എച്ച്. എച്ചിൻ്റെ ഇമ്മീഡിയറ്റ് നെയ്ബർ ആരാ? 1 എഫും അടുത്തത് ജിയും. സോ ഇവിടെ ജി ഉണ്ടെന്ന് ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്. കാരണം എച്ചും ജിയും ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ആണ്. അപ്പോൾ അപ്പുറത്തെ സൈഡിലുള്ള ആൾ എഫ് ആണ്. സോ ഓപ്ഷൻ നമ്പർ ഡി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ. Starting from A, if all the friends are made to sit in the alphabetical order in clockwise direction, the positions of how many people except A will remain unchanged. Okay, അപ്പോൾ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. എയിൽ നിന്ന് എല്ലാവരെയും നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ക്ലോക്ക് വൈസിൽ മാറ്റുകയാണ്. അപ്പോൾ എ ഇവിടെ തന്നെ ഇരിക്കും, ബി ഇവിടെ വരും, സി ഇവിടെ വരും, ഡി ഇവിടെ വരും, ഇ ഇവിടെ വരും, എഫ് ഇവിടെ വരും, ജി ഇവിടെ വരും, എച്ച് ഇവിടെ വരും, നെക്സ്റ്റ് ആൻഡ് കെ ഇവിടെ വരും അല്ലേ. അപ്പോൾ ഈ കൂട്ടത്തിൽ എത്ര പേരുടെ പ്ലേസ് മാറും? ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കേ. ജസ്റ്റ് എഫിൻ്റെ അടുത്ത് മാത്രമല്ല ഇപ്പോഴും എഫ് വന്നിട്ടുള്ളൂ. എഫിൻ്റെ പ്ലേസ് മാത്രമാണ് എഫ് റിമെയിൻ അൺചേഞ്ച്ഡ് ആയിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒരാളുടെ മാത്രം, ആരാന്ന് പോലും ചോദിച്ചിട്ടില്ല, ആരുടെ ആണെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ നമ്പർ ബിയിലുള്ള 1 ആണ് ഡെഫിനറ്റ്ലി. അപ്പോൾ അത് തന്നെയായിരിക്കും ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ? വീണ്ടും അടുത്ത ചോദ്യം. എച്ച് is related to C and B is related to E in a certain way. To whom amongst the following is D related following the same pattern? അപ്പോൾ ഹെച്ചിന് സിയുമായിട്ടുള്ള ബന്ധം, ബിക്ക് ഇയുമായിട്ടുള്ള ബന്ധം. ഹെച്ചും സിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, എവിടെ പോയി നമ്മുടെ ഹെച്ചും സിയും? ഹെച്ച് ഇരിക്കുന്നത് സിയുടെ അല്ല, സി ഇരിക്കുന്നത് ഹെച്ചിൻ്റെ സെക്കൻഡ് ടു ദി റൈറ്റ് ആണ്. അടുത്ത ആളുടെ പേരെന്തായിരുന്നു? ഹെച്ചും സിയും ഇയും ബിയും അല്ലേ. വീണ്ടും ബിയുടെ സെക്കൻഡ് ടു ദി ഇയുടെ സെക്കൻഡ് ടു ദി റൈറ്റ് ആണ് ബി ഇരിക്കുന്നത് അല്ലേ. ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ എഴുതിയ ഈ ഒരു ഇത് ഞാൻ ഒന്ന് ഇറേസ് ചെയ്ത് കളയാണ് കേട്ടോ. യെല്ലോ കളറിൽ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഇരുത്തുകയാണെന്നുള്ള ആ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കളയുന്നുണ്ട്. കാരണം ഇതിൻ്റെ 2 പൊസിഷൻ വന്നിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട. ഓക്കെ, അപ്പോൾ ഇനി ഹെച്ചും സിയും നോക്കിക്കേ. സിയുടെ സെക്കൻഡ് ടു ദി റൈറ്റ് ആയിട്ടാണ് ഹെച്ച് ഇരിക്കുന്നത്. ആൻഡ് ബി ആൻഡ് ഇ നോക്കിയിട്ടുണ്ടെങ്കിലും വീണ്ടും ഇയുടെ സെക്കൻഡ് ടു ദി റൈറ്റ് ആണ് ബി ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ചോദ്യം ഇവിടെ ഹെച്ച് സെക്കൻഡ് ടു ദി റൈറ്റ് ഓഫ് സി, ബി സെക്കൻഡ് ടു ദി റൈറ്റ് ഓഫ് ഇ. അപ്പോൾ അതേപോലെ ജിയുമായിട്ട് റിലേറ്റഡ്
ഇരിക്കുന്നത് ആരാണ്? അപ്പോൾ G is second to the right of whom? ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. G is second to the right of, എവിടെ പോയി നമ്മുടെ G? ഇതാണ് G. Second to the right of F ആണ് വരിക അല്ലേ? സോ G is second to the right of F എന്ന് വന്നിരിക്കുന്നത് ഓപ്ഷൻ നമ്പർ എ ആണ്. അപ്പോൾ അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിന് ആൻസർ ചെയ്ത ഓപ്ഷൻ നമ്പർ എയിലുള്ള F ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ശരി ഉത്തരമായിട്ട് ഇവിടേക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് വീണ്ടും നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അതേ ഡയഗ്രാമിൽ നിന്നും വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി വീണ്ടും അതിൽ നിന്ന് തന്നെ ചോദ്യം, വാട്ട് വിൽ കം ഇൻ പ്ലേസ് ഓഫ് ദ ക്വസ്റ്റ്യൻ മാർക്ക്? ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ സ്ഥാനത്ത് ഇവിടെ ഏതാ വരിക? DC, DB, DF, DA. അതെങ്ങനെയാണ് കിട്ടുക? എവിടെ പോയി? DC, DB ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താ? DC, DB. ഓക്കെ, ഇനി നെക്സ്റ്റ് കഴിഞ്ഞിട്ട് ഡാഷ്, അതിനുശേഷം ഇവർ രണ്ടുപേരും ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സാണ്. ഡിയുടെ നെയ്ബറാണ് ബിയും, അതുപോലെ തന്നെ വീണ്ടും ഡിയുടെ നെയ്ബറാണ് സിയും. ഓക്കെ, ഇത് രണ്ടും നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ആരാണ് നെയ്ബേഴ്സ് ഓഫ് ഡി നമുക്കിവിടെ കിട്ടി. DFും DAയും ആണ് നമുക്കിവിടേക്ക് വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ ഇപ്പുറത്തെ DFും DAയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എവിടെയാണ് കിട്ടുന്നത്? Dൻ്റെ Fും സെക്കൻഡ് ടു ദി റൈറ്റും പിന്നെ ഇപ്പുറത്തെ ആളും അല്ലേ? ഇതാ നോക്കിക്കേ, ഇവിടെയുള്ള ഒരാളെ വിട്ട് ലെഫ്റ്റും റൈറ്റിലും ഉള്ളതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നെക്സ്റ്റ് അപ്പോൾ വരേണ്ട ആൾ ആരാണ്? ഇപ്പുറത്തെ സൈഡിലേക്ക് മൂന്നാമത്തെ ആൾ അല്ലേ? അപ്പോൾ നമുക്കിവിടെ DH ആണ് ഇവിടേക്ക് വേണ്ടത്. ഓക്കെ, സോ DH വന്നിരിക്കുന്നത് ഓപ്ഷൻ നമ്പർ സി ആണ്. അതാണ് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരും. ഓക്കെ, ഇനി നമ്മുടെ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. സോ ഇത് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് കേട്ടോ. സോ SBI PO പ്രിലിംസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് എന്ന് പറഞ്ഞാലും അതൊത്തിരി വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, നിങ്ങൾക്ക് അറിയാം, സബ്ജക്റ്റാണ്. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട, ഇതുപോലെ തന്നെ വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ മോക്ക് ടെസ്റ്റുകളിൽ എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. അതല്ലാതെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാതെ പോയാൽ, ഒരു പക്ഷേ അതിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിൽ മനസ്സിലാക്കാൻ ഇച്ചിരി പ്രയാസം വരും അല്ലേ? അപ്പോൾ അങ്ങനെ വരുന്നത് കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ ഇതിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽഡ് കോഴ്സസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ജസ്റ്റ് ഈ കാണുന്ന നമ്പറിൽ നമ്മളോടൊന്ന് കണക്ട് ചെയ്യുക. ഇനി അതിനുശേഷം ഈ വീഡിയോയുടെ കോമെൻറ്റ്സിൽ നമ്മളൊരു പിൻഡ് കോമെൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ഗൂഗിൾ ഫോം ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന എക്സാമിൽ, ഇപ്പോൾ 2 ബാങ്ക് എക്സാംസിൽ നിങ്ങൾ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ അതിൽ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് കോമൺ ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ രണ്ടിനും ഒരേ സ്ട്രാറ്റജിയിൽ പോകാമോ, അങ്ങനെ നിങ്ങളുടെ സ്പെസിഫിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ, ഫോർ എക്സാമ്പിൾ നിങ്ങളെ സംബന്ധിച്ച് ഈ ടോപ്പിക്ക് എങ്ങനെ പഠിക്കണം, അങ്ങനെയുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആ ഗൂഗിൾ ഫോമിൽ നിങ്ങൾ എഴുതി ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് തന്നാൽ നമ്മുടെ അക്കാഡമിക് കൗൺസിലർ നിങ്ങളെ അങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കോമെൻറ്റ്സിൽ എഴുതി ചോദിക്കാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ മറ്റൊരു ഡിസ്കഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.